കുവൈറ്റിലെ അബ്ബാസിയയിൽ തീപിടുത്തത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത് നീരേറ്റുപുറം ഗ്രാമത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി. തലവടി പഞ്ചായത്ത് 6-ാം വാർഡിലെ മാത്യു വർഗീസ് മുളയ്ക്കൽ, ഭാര്യ ലിനി എബ്രഹാം, മക്കളായ ഐറിൻ, ഐസക് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ AC-യിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് കരുതപ്പെടുന്നത്. 6 നില കെട്ടിടത്തിൻ്റെ 2-ാം നിലയിലായിരുന്നു തീപിടുത്തം. AC-യിൽ നിന്നുമുള്ള വിഷപ്പുക ശ്വസിച്ചതാകാം മരണകാരണം. 1 മാസത്തെ അവധിക്ക് ശേഷം കുവൈറ്റിലേക്ക് തിരിച്ചുപോയ ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അവിടെ എത്തിച്ചേർന്നത്. യാത്രാക്ഷീണത്താൽ പെട്ടെന്ന് കിടന്നുറങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. അതിനാൽ 9 മണിക്ക് സംഭവിച്ച തീപിടുത്തത്തിൽ ഇവർ അകപ്പെടുകയായിരുന്നു. മാത്യുവിന് 42 വയസ്സും ലിനിക്ക് 37 വയസ്സുമാണുള്ളത്. മൂത്ത മകൾ 14 വയസ്സുള്ള ഐറിൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 11 വയസ്സുള്ള മകൻ ഐസക് 5-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കുവൈറ്റിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി 4 പേരുടെയും ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡറുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനത് രാവിലെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ എംബസി തുറന്നുകൊണ്ട് എംബസി ചെല്ലും. അവിടുന്ന് എനിക്ക് കോൾ വരും. അവിടെ ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു 10:30 ആവണം, അവിടെ 8 ആവണമെങ്കിൽ 9:10 ആവും എംബസി തുറക്കാൻ. പക്ഷേ ഒരു 8 മണിയായി എനിക്ക് വിളിക്കാം. മെമ്പറെ നമസ്കാരം. മിനിസ്റ്റർ അത് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മുടെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേട്ടാ ഇപ്പം പുള്ളി പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് വെള്ളിയും ശനിയും ഇവിടെ അവധിയല്ലേ. അപ്പോൾ ഇനി തന്നെ എംബസിയിലെ പേപ്പർ കാര്യം ഇനി നാളെ തൊട്ട് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. ഞായറാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട മാത്യു മുളയ്ക്കലിന്റെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും 2 മക്കളുടെയും വേർപാട് നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തിനുണ്ടായ ദുരന്തം നീരേറ്റുപുറം ഗ്രാമത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും അംബാസഡറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. കൂടാതെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഓഫീസിലേക്ക് അടിയന്തര സന്ദേശം അയക്കുകയും ഈ കുവൈറ്റിലുണ്ടായ ഈ ദുരന്തത്തിന് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെയും നമ്മുടെ കുവൈറ്റിലെ എംബസിയുടെയും അടിയന്തര സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു അടിയന്തര നടപടിക്രമങ്ങൾ. കുവൈറ്റിൽ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെന്നാണ് റിപ്പോർട്ടുകൾ. മൃതദേഹങ്ങൾ സഭ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എംബസി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വരും ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരും. 15 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു തീപിടുത്തത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച എഞ്ചിനീയറായ മാത്യു വർഗീസ്. കുവൈറ്റ് മിനിസ്ട്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു മാത്യുവിൻ്റെ ഭാര്യ ലിനി. മാത്യു വർഗീസും ഭാര്യ ലിനിയും മക്കളും നാടിനോടും നാട്ടുകാരോടും വലിയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. നാട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും കുവൈറ്റിൽ നിന്ന് മാത്യു വർഗീസ് ഓടിയെത്താറുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ഓർമ്മിക്കുന്നു. 2 വർഷം മുൻപാണ് കുടുംബ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏവരെയും കണ്ട് യാത്ര ചോദിച്ചായിരുന്നു കുവൈറ്റിലേക്കുള്ള മടക്കം. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് ഇവർ കുവൈറ്റിൽ എത്തിച്ചേർന്നത്. മാത്യുവിനെയും കുടുംബത്തെയും കുറിച്ച് ബന്ധുവായ എബി KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിച്ചു. വന്നത് 1 മാസം മുമ്പ് വന്നത്. 1 മാസം ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ, നാട്ടിൽ തന്നെ, നാടുമായിട്ടുള്ള സ്നേഹം കൊണ്ടും നാടുമായിട്ടുള്ള അവന്റെ ബന്ധം കൊണ്ടും നാട്ടുകാരുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടൊക്കെ അവൻ എപ്പോഴും അവധിക്കുന്ന നാട്ടിൽ തന്നെ കഴിച്ചുവിടാൻ ആഗ്രഹിക്കുന്ന 1 മാസം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ വ്യാഴാഴ്ച, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ വ്യാഴാഴ്ച ഏകദേശം 1 മണിയോടെയാണ് ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയത്. അവിടുത്തെ വെള്ളിയാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് പോയി അവിടെ ചെന്നു എന്ന് പോലീസ് സൗഖ്യത്തോടെ എത്തിയെന്ന് പറഞ്ഞതിന് ശേഷം അവർ വിശ്രമിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഓവർനൈറ്റ് രാത്രി യാത്രയായിരുന്നതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ അറിയുന്നതനുസരിച്ച് അവിടെ വെച്ച് അവിടെ AC-ക്കുണ്ടായ എയർ കണ്ടീഷനുണ്ടായ എന്തോ പ്രോബ്ലം കൊണ്ട് പുക ശ്വസിച്ചാണ് ഈ ഒരു സങ്കടകരമായ അന്ത്യം സംഭവിച്ചതെന്നാണ് അറിയുന്ന വിവരം. ഇനിയിപ്പം എന്നത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ വിശദമായിട്ടുള്ള അറിവൊന്നും ലഭിച്ചിട്ടില്ല. അവിടുന്ന് കൊണ്ടുവരുന്നതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളും ക്രമീകരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നീരേറ്റുപുറത്തെ വീട്ടിൽ മാത്യുവിൻ്റെയും ലിനിയുടെയും മാതാക്കളടക്കമുള്ള ബന്ധുക്കൾ സംഭവത്തിന്റെ നടുക്കത്തിലും അതീവ ദുഃഖാവസ്ഥയിലും കഴിയുകയാണ്. പുരോഹിതരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് വിവരമറിഞ്ഞ് നീരേറ്റുപുറത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലവടി അർത്തിശ്ശേരി പുത്തൻപറമ്പ് കുടുംബാംഗമാണ് ലിനി. ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിലായി 63 കോടി രൂപയുടെ പുതിയ പദ്ധതികൾ 18 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് പദ്ധതികൾ അംഗീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു.
നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ള 1000 കോടി രൂപയിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ 7 കോടി രൂപ എന്ന നിരക്കിൽ ആലപ്പുഴ ജില്ലയിലെ പദ്ധതികൾ തെരഞ്ഞെടുക്കുന്നതിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിതല യോഗം വിളിച്ചത്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അതത് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന 7 കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിക്കുകയെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. വരുന്ന 18 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നത് മാത്രമാണ് ആകെയുള്ള നിബന്ധനയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരള സദസ്സിന്റെ വർക്ക് ഒരു മണ്ഡലത്തിന് 7 കോടി രൂപ, അതിന്റെ സാധ്യതകൾ നോക്കേണ്ടതുണ്ട്, 18 മാസം പൂർത്തിയാക്കേണ്ടത്. അതാണ് ഇവിടെ അവതരിപ്പിച്ചതിനകത്ത്. പലതിലും ഒരു പ്രവൃത്തിയും ഇത്രയും ദിവസമൊക്കെ ആയെങ്കിലും ഇങ്ങനെ ഒരു ഗൗരവം പലയിടങ്ങളിൽ നിന്നും കാണുന്നില്ല. വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കുന്ന ഇടപെടലുകൾ എല്ലാവരുടെയും ഭാഗത്ത്. എന്താണ് തടസ്സങ്ങൾ? ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ കാര്യം പറയും. ഒരു കാര്യം പറയാൻ അവസാനിപ്പിക്കണം. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യതകൾ ഇല്ലായെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പുതിയ ആ കാര്യം ആലോചിച്ച് ബന്ധപ്പെട്ട MLA-മാർ അത് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഉദ്യോഗസ്ഥരുള്ളവരാണ്. ചൂണ്ടിക്കാണിച്ച് വളരെ വേഗത്തിൽ തിരിച്ച് വേറെ ഒന്നിൽ കൂടുതൽ പദ്ധതികൾ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അത്യാവശ്യം എന്ന് കണ്ട ഒന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇനി ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെയൊക്കെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രയോജനം നിശ്ചയിച്ച് തന്നപ്പോൾ ഇങ്ങനെ ഉള്ളതാണ്. അതേപോലെ മുൻഗണനയിൽ വരേണ്ട പദ്ധതികൾ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനമെടുത്താൽ വളരെ വേഗത്തിൽ തന്നെ. MLA-മാരായ ദലീമ ജോജോ, PP ചിത്തരഞ്ജൻ, H സലാം, തോമസ് കെ തോമസ്, MS അരുൺകുമാർ, കായംകുളം MLA-യുടെ പ്രതിനിധി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സബ് കളക്ടർ സമീർ കൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അരൂർ മണ്ഡലത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പദ്ധതി ദലീമ ജോജോ MLA മുന്നോട്ട് വെച്ചു. ആലപ്പുഴ മണ്ഡലത്തിൽ നെഹ്റു ട്രോഫി സ്ഥിരം പവലിയനും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കുന്ന പദ്ധതി മുന്നോട്ട് പോയതായും എസ്റ്റിമേറ്റ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി വരുന്നതായും PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ IP ബ്ലോക്കിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനമാണ് നടപ്പാക്കുകയെന്ന് H സലാം MLA ചൂണ്ടിക്കാട്ടി. കുട്ടനാട്ടിൽ തേവർക്കാട് വെള്ളാമത്ര റോഡ്, മുട്ടാർ റോഡ് ഉയർത്തൽ എന്നിവയ്ക്കാണ് തുക വിനിയോഗിക്കുകയെന്ന് തോമസ് കെ തോമസ് MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താറാവ് കർഷകർ സമരം ശക്തമാക്കുന്നു. ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 23-ന് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. താറാവ് കൃഷി നിരോധനം ഒഴിവാക്കുക, പക്ഷിപ്പനിക്ക് വാക്സിനും മരുന്നും നൽകുക, ഹാച്ചറി അടച്ചിടൽ ഒഴിവാക്കുക, പക്ഷിപ്പനി പരിശോധനയ്ക്കായുള്ള ലാബ് കുട്ടനാട്ടിൽ സ്ഥാപിക്കുക, ചാര, ചെമ്പല്ലി എന്നീ താറാവുകളുടെ വംശനാശം ഒഴിവാക്കുക, കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുക, താറാവ് കർഷകരെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ താറാവ് കർഷകർ അതീവ ദുരിതത്തിലും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. 2025 മാർച്ച് വരെ താറാവ് കൃഷിയും താറാവുകളുടെ നീക്കവും ഒപ്പം ഇറച്ചിയുടെയും മുട്ടയുടെയും വിതരണവും ഹാച്ചറികൾ പൂട്ടിയിടാനും മുട്ടയുടെ ഉൽപാദനവും വിപണനവും ഒക്കെ നിരോധിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു കളക്ടറേറ്റ് മാർച്ച് താറാവ് കർഷക സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ താറാവ് കൃഷിയും അതിന്റെ ഉൽപാദനവും വിപണനവും ഒക്കെ 2025 വരെ നിരോധിച്ചാൽ താറാവ് കർഷകരുടെ ജീവിതം അപകടത്തിലാകും എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം എന്നുള്ള നിലയിലാണ് താറാവ് കർഷക സംഘടന ഇത്തരമൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായത്. ജൂലൈ 23 ചൊവ്വാഴ്ച രാവിലെ 10-ന് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം EMS സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്നും മാർച്ച് ആരംഭിക്കും. തുടർന്ന് കളക്ടറേറ്റിന് മുമ്പിൽ നടത്തുന്ന ധർണ ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. കേരള പൗൾട്രി ഫാം വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ശാമുവേൽ, സിജാർ സ്നേഹസാന്ദ്രം തുടങ്ങിയവർ നേതൃത്വം നൽകും. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ദേശസൽക്കരണ ദിനാചരണവും ധർണയും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം G കൃഷ്ണപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ പൂജ്യത്തിൽ നിന്ന് എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ കരങ്ങളിൽ എത്തിച്ചേരുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിന്റെ കരങ്ങളിൽ എത്തിച്ചേർന്ന ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്നത് 360-ലധികം വരുന്ന സ്വകാര്യ ബാങ്കിംഗ് ലോബികളായിരുന്നു. അവരുടെ പ്രധാന പ്രയോറിറ്റി സാധാരണ മനുഷ്യനായിരുന്നില്ല.
അവർക്ക് വലിയ സമ്പത്തുള്ളവരുടെ, സാമ്പത്തിക മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്നവരുടെ, വലിയ സമ്പന്നന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ മാത്രമായിരുന്നു അവരുടെ പരിഗണനാ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത്. രാജ്യത്തെ കോടാനുകോടി വരുന്ന കർഷകരെയും ഗ്രാമീണവാസികളുടെയും സാമ്പത്തിക ആവശ്യങ്ങളെ ആട്ടിപ്പായിക്കുവാനാണ് അവർ ശ്രമിച്ചിരുന്നത്. ബാങ്കിൽ ഒരു കർഷകന് കയറി ചെല്ലുവാനോ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവന് അവന്റെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ ചെറുകിട വായ്പകളോ ലഭ്യമാകാതിരുന്ന കാലത്താണ് നിർണായകമായ തീരുമാനം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്. രാഷ്ട്രീയമായ നിലപാടിലൂടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ബാങ്ക് ദേശസാൽകൃത ദിനാചരണത്തിന്റെ 56-ാം വാർഷിക ദിനത്തിലാണ് NCBE ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. സംഘടന അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി G. ദേവരാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. NCBE ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നീൽ ജോസഫ്, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി R. അനിൽകുമാർ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി C. സുജിത്, NCBE ജില്ലാ കമ്മിറ്റി അംഗം V. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. രാമഗിരി പഞ്ചായത്ത് 6-ാം വാർഡിലെ 45-ാം നമ്പർ അങ്കണവാടിയിലേക്കുള്ള വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കുട്ടികളടക്കം നിരവധി പ്രദേശവാസികൾ ആശ്രയിക്കുന്ന ഈ വഴിയിൽ ഇപ്പോൾ മുട്ടൊപ്പമാണ് വെള്ളം. രാമഗിരി പഞ്ചായത്ത് 6-ാം വാർഡ് മാമ്പുഴക്കരി കോരവളവ് പാലം മുതൽ 45-ാം നമ്പർ അങ്കണവാടി വരെയുള്ള നടവഴി ഒറ്റമഴയ്ക്ക് തോടായി മാറുന്ന ദയനീയ കാഴ്ചയാണത്. അങ്കണവാടിയിലേക്ക് എത്തുന്ന കുട്ടികളുടെയും ജീവനക്കാരുടെയും മാത്രമല്ല പ്രദേശവാസികളടക്കം നിരവധി പേരുടെ ആശ്രയമാണ് ഈ വഴി. 2017-ൽ ഓട്ടോറിക്ഷകൾ കടന്നുവരത്തക്ക രീതിയിൽ വഴി അല്പം മണ്ണിട്ടുയർത്തിയിരുന്നു. എന്നാൽ 2018-ലെ പ്രളയത്തിൽ ഇത് പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ മഴ ആരംഭിച്ചാലുടൻ വഴിയിൽ വെള്ളവും കയറും. പിന്നീട് വഴിയും പാടശേഖരവും തിരിച്ചറിയാനാവാതെ അപകടത്തിന് നടുവിലൂടെയാണ് കുട്ടികളടക്കമുള്ളവരുടെ യാത്ര. നടവഴിയിൽ വെള്ളം കയറിയാൽ പിന്നെ അങ്കണവാടിയിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ അയക്കില്ല. ഞാൻ ഇവിടെ അംഗൻവാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 24 വർഷത്തോളമായി. ഈ 24 വർഷമായിട്ട് ഈ വഴിക്ക് യാതൊരുവിധ പുരോഗതി ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മഴ 2 മഴ ആയി കഴിഞ്ഞ് തന്നെ കുട്ടികളെ കൊണ്ട് അംഗൻവാടിയിലേക്ക് വരാനോ രക്ഷകർത്താക്കൾക്ക് വരാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ മഴ ചാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അംഗൻവാടി കുട്ടികളില്ല. കുട്ടികൾ വരാത്തതിൻ്റെ കാരണം ഈ കുട്ടിയെ കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ എങ്ങനെ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ചെയ്തു തരാനായിട്ടുള്ള സംവിധാനം ഭരണസമിതി ഉണ്ടാക്കിയെടുത്താൽ കൊള്ളാമായിരുന്നു. ഒരു വലിയൊരു കാര്യമായിരുന്നു. 2018 മുമ്പ് വരെ അങ്കണവാടിയിലേക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ വള്ളത്തിലാണ് എത്തിക്കുന്നതെന്ന് ടീച്ചർ പറയുന്നു. പ്രദേശത്തെ വീടുകളിൽ വൃദ്ധരും രോഗികളുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനുമാവുന്നില്ല. അത്യാസന്ന നിലയിലായ ഒരു രോഗിയെ കഴിഞ്ഞ ദിവസം കസേരയിൽ ഇരുത്തി ചുമന്നുകൊണ്ടാണ് കോരവളവ് പാലം വരെ എത്തിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ വഴി ഉയർത്തി കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റിന്റെയും മാക് ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബൈബിൾ പഠന കളരി 100 മേനി മഹാസംഗമം ജൂലൈ 27-ന് സീസൺ 2 സമ്മാനദാനവും സീസൺ 3 പ്രഖ്യാപനവും അന്നേ ദിവസം നടത്തും. സീസൺ 2 ബൈബിൾ വചനമെഴുത്തു മത്സരത്തിൽ അതിരൂപതയിലെ 250 ഇടവകകളിൽ നിന്ന് 7 വിഭാഗങ്ങളിലായി 40,000 പേരാണ് പങ്കെടുത്തത്. തുടർന്ന് ഫൊറോന തല മത്സരങ്ങൾ നടത്തി. ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് 5 കുടുംബങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 26-ന് രാവിലെ 11-ന് SB കോളേജ് കാവുകാട്ട് ഹാളിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരം നടത്തും. 27-ന് രാവിലെ 9-ന് ഗ്രാൻഡ് ഫിനാലെ മെഗാ സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. 100 മേനി മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദര വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനക്കളരിയാണ് 100 മേനി. വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ പിന്നീട് അത് വളർന്നു. അതിരൂപത ഏറ്റെടുത്തു. ഇന്ന് അതിരൂപത മുഴുവൻ എല്ലാ ഇടവകളിലും ഫൊറോനകളിലൊക്കെ വളരെ സജീവമായും ശക്തമായും അത് നടത്തപ്പെടുന്നുണ്ട്. ഈ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും നടത്തുന്ന ഈ 100 മേനി എന്ന പരിശ്രമം എത്രയോ ബൈബിൾ അധിഷ്ഠിതമാണ്.
എത്രയോ മഹനീയമായൊരു ശുശ്രൂഷയാണ്. ജൂലൈ 27-ാം തീയതി ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന 100 മേനി മഹാസംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. 100 മേനി മഹാസംഗമത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, സഹായമെത്രന്മാർ തോമസ് തറയിൽ തുടങ്ങിയവരും പങ്കെടുക്കും. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നീലു എന്ന് പേരിട്ടു. NTBR സൊസൈറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് നീലു എന്ന പേര് പ്രഖ്യാപിച്ചത്. പേര് പതിച്ച ഭാഗ്യചിഹ്നം സിനിമാ താരം ഗണപതി ഏറ്റുവാങ്ങി. ഭാഗ്യചിഹ്നത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലൂടെ കേരളത്തിന്റെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നതായി പേര് പതിച്ച ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങിക്കൊണ്ട് ചലച്ചിത്ര താരം ഗണപതി പറഞ്ഞു. ആലപ്പുഴയും ആലപ്പുഴക്കാരും ഏറെ പ്രിയപ്പെട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ സന്തോഷമുണ്ട്. കാരണം വിജയദായകമായിട്ടാണെങ്കിലും 70ാമത്തെ നെഹ്റു ട്രോഫിയുടെ വള്ളംകളിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ഞാനിവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഞാനിവിടെ പക്ഷേ ആലപ്പുഴയിൽ പല ഡോക്യുമെൻ്ററികളും പല ഷൂട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്, വളരെ ഇഷ്ടമുള്ള നാട്ടുകാരാണ്. അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഈ ആവേശത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിന് ഞാൻ എന്നെ ക്ഷണിച്ച കളക്ടറേറ്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പേരിനുള്ള എൻട്രികൾ തപാൽ മുഖേനയാണ് ക്ഷണിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 609 എൻട്രികൾ ലഭിച്ചു. നീലു എന്ന പേര് 33 പേർ നിർദ്ദേശിച്ചു. ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശിയും വിദ്യാർത്ഥിനിയുമായ കീർത്തി വിജയനെ വിജയിയായി പ്രഖ്യാപിച്ചത്. വിജയിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നൂർ ജ്വല്ലറി നൽകുന്ന സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ NTBR സൊസൈറ്റി സെക്രട്ടറി സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നസീർ പുന്നയ്ക്കൽ, കൗൺസിലർ സിമി ഷാഫി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങൾ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് എടത്വായിൽ ചേർന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടിജിൻ ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഇന്നലെ 1 വർഷ കാലഘട്ടമായിരിക്കുകയാണ്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പരിപാടി. കേരളത്തിൽ മുഴുവൻ KPCCയുടെ നേതൃത്വത്തിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ വലിയ അനുസ്മരണ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് വികസനമാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ഒരു MLAയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം വികസനം ആണെങ്കിൽ ആ വികസനത്തിന്റെ കൂടെ കരുതലും എല്ലാ മനുഷ്യരെയും, കോൺഗ്രസുകാരെ മാത്രമല്ല, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെയല്ല, BJPക്കാരെയല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെയല്ല, ആര് കാണാൻ വന്നാലും ഞാനൊരു നാട്ടിലെ രാഷ്ട്രീയ നേതാവാണ്, എല്ലാവരെയും ഒരേപോലെ സഹായിക്കണം. അവന്റെ രാഷ്ട്രീയമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കാതെ സഹായിച്ച നേതാവിന്റെ ഓർമ്മ ദിനമാണ് ഇന്നിവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി K ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി JT റാംസെ ചികിത്സാ സഹായ വിതരണവും സമ്മിശ്ര മത്സ്യകൃഷി സംസ്ഥാന അവാർഡ് ജേതാവായ അലക്സ് മാത്യുവിനെ ആദരിക്കുകയും ചെയ്തു. നേതാക്കളായ VK സേവ്യർ, വിശ്വൻ വെട്ടത്തിൽ, അൽഫോൻസ് ആന്റണി, ജോയി ചെക്കനാട്, വർഗീസ് കോലത്തുപറമ്പിൽ, ബ്ലസ്റ്റൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മന്നാർ പരുമല ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായവും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു. അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വിവരണ ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുരേഷ് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ടോബി പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ
ഇന്ന് നമ്മൾ പറയുന്നത് കേൾക്കുവാനുള്ള അവസരത്തിൽ ലഭ്യമാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ആ ഒരു ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദി പ്രസിഡന്റ് ശിവദാസ് യു പണിക്കർ അധ്യക്ഷനായിരുന്നു. കിടപ്പ് രോഗികൾക്കുള്ള വസ്ത്രവിതരണത്തിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ശ്രുതിതരംഗം പദ്ധതിയിലൂടെ കേൾവിശക്തി തിരിച്ചു കിട്ടിയ ശ്രീഹരി സുരേഷ് നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി റോബിൻ പരുമല, കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി ആർ പണിക്കർ, പഞ്ചായത്ത് അംഗം വിമല ബെന്നി, മോഹനൻ ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. വാഹന സൗകര്യമില്ലാത്തിടത്ത് ഇനി മോട്ടോർ ബോട്ടിൽ ഒരുക്കിയ മൃഗാശുപത്രി എത്തും. ആലപ്പുഴ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലുമാണ് ഒഴുകുന്ന മൃഗാശുപത്രിയുടെ സേവനം ലഭ്യമാകുക. ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ഉദ്ഘാടനം ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ നിർവഹിച്ചു. വാഹന സൗകര്യമില്ലാത്ത ആലപ്പുഴ നഗരസഭയുടെ കിഴക്കൻ മേഖലകളിലും കുട്ടനാട് മേഖലകളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മോട്ടോർ ബോട്ട് വെറ്റിനറി ഹോസ്പിറ്റൽ സർവീസ് നടത്തി ക്ഷീര കർഷകർക്ക് സേവനം നൽകും. ചടങ്ങിൽ ആലപ്പുഴ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG സതീദേവി അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സുരേഷ് V പണിക്കർ, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ S രമ, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ L ദീപ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സീനിയർ വെറ്ററിനറി സർജൻ, ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റ്, അറ്റൻഡർ, ആവശ്യത്തിനുള്ള മരുന്ന്, പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പെടുക്കാനുള്ള സൗകര്യം, കൃത്രിമ ബീജദാനത്തിനുള്ള സൗകര്യം തുടങ്ങിയവ മോട്ടോർ ബോട്ട് വെറ്ററിനറി ഹോസ്പിറ്റലിൽ ലഭ്യമാകും. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ജൂലൈ 23, 24, 25 തീയതികളിലാണ് SJCC ഫിലിം ഫെസ്റ്റിവൽ 2024. കോളേജിലെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ തിയേറ്ററാണ് ഫെസ്റ്റിവലിന്റെ വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാമ്പസ് കോർണർ, കോമ്പറ്റീഷൻ കോർണർ എന്നീ 2 വിഭാഗങ്ങളിലായാണ് മത്സരമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ കോളേജിന്റെ 20ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ SJCC ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷം ആരംഭിക്കുകയുണ്ടായി. അതിന്റെ 2ാമത്തെ എഡിഷൻ ഈ ജൂലൈ മാസം 23, 24, 25 തീയതിയിൽ വെച്ച് SJCC ക്യാമ്പസിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. അതിന് venue എന്ന് പറയുന്നത് MV സിനിമാസ് എന്ന തിയേറ്ററാണ്. നമ്മൾ പുതുതായിട്ട് പണിത തിയേറ്ററായ 2 കോടി രൂപ മുടക്കി നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള 235 സീറ്റിംഗ്സ് ഉള്ള ഒരു തിയേറ്ററാണ്. അവിടെ വെച്ചായിരിക്കും നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആയിട്ടാണ്. ജനറൽ കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്യാമ്പസ് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യം കോമ്പറ്റീഷന് വേണ്ടി ഈ പ്രാവശ്യം 100ഓളം അടുത്ത സിനിമകൾ നമുക്ക് വന്നു എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിംസ് നമ്മൾ അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10ഓളം സിനിമകൾ മെയിൻ കോമ്പറ്റീഷനിൽ അവര് എല്ലാവരും ഈ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ആൾക്ക് 25,000 രൂപ, 2ാം സ്ഥാനത്തുള്ളവർക്ക് 10,000, 3ാം സ്ഥാനത്തുള്ള ആൾക്ക് 15,000, 10,000 എന്നിങ്ങനെ നമ്മൾ സമ്മാനം കൊടുക്കും. ഡയറക്ടേഴ്സ് വിഭാഗം സിനിമാ പ്രദർശനവും സംവാദവും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ അറിയിപ്പ്, ഷാഹി കബീറിന്റെ ഇലവീഴ പൂഞ്ചിറ, ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്നീ ചിത്രങ്ങൾ ഡയറക്ടേഴ്സ് കോർണർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. SJCC പൂർവ്വ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകളും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിനമായ ജൂലൈ 23-ന് പ്രശസ്ത സിനിമാ സംവിധായകനും എഡിറ്ററുമായ മഹേഷ് നാരായണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസും ഫലകവും നൽകും. കോമ്പറ്റീഷൻ കോർണർ വിഭാഗം വിജയികൾക്ക് 25,000, 15,000, 10,000 എന്നിങ്ങനെയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. ക്യാമ്പസ് വിഭാഗത്തിൽ 1ാം സമ്മാനമായി 10,000 രൂപയും നൽകും. കോമ്പറ്റീഷൻ വിഭാഗത്തിലും ക്യാമ്പസ് വിഭാഗത്തിലുമായി 96 ചിത്രങ്ങളാണ് മത്സരത്തിനെത്തുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,750 രൂപ, പവന് 54,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.